ബംഗാളിൽ വർഗീയ വികാരം ആളിക്കത്തിക്കാൻ BJP. വേറെ കയ്യിലൊന്നുമില്ല. വിവരം എന്ന് പറയുന്നത് ലെവലേശം അടുത്തൂടെ പോയിട്ടില്ല. പല ആൾ പൊളിറ്റിക്സ് പോലുള്ള ഡിഗ്രികളൊക്കെയാണ് ഉള്ളത് കയ്യിലൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്നുടനെ ആകപ്പാടെയുള്ള ട്രംപ് കാർഡ് എന്ന് പറയുന്ന ഈ വർഗീയ വികാരം ആളിക്കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ബംഗാളിൽ BJP പരിവർത്തൻ യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ അത് നിതിൻ നവീൻ എന്ന് പറയുന്ന ഒരു പുതിയ പുത്തനച്ചി പുരപ്പുറം തൂക്കെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു പുത്തനച്ചി വന്നിട്ടുണ്ട്. അവരുടെ BJPയുടെ ദേശീയ അധ്യക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒരുപാട് പേർക്കൊക്കെ അത് കിട്ടാനുള്ള അർഹതയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് അമിത്ഷായെ അത് അങ്ങനെ നിയമിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഉണ്ടായില്ല. എന്തോ അതിനകത്ത് കണക്കൂട്ടലുകളുണ്ട്. അതുകൊണ്ടാണ് ഏതായാലും ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നു. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പറയണ്ടേ? അപ്പോൾ അയാളും അമിത്ഷായും കൂടാണ് ബംഗാളിലെ ഇപ്പോൾ ഇലക്ഷനെ നയിക്കാനുള്ള ഒരുക്കം. ഏത് വിധേനയും മമതാ ബാനർജിയെ പുറത്താക്കി തൃണമൂൽ കോൺഗ്രസിനെ നശിപ്പിച്ച് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് അവിടുത്തെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പമാണ്, BJPയോടൊപ്പം അല്ല. അത് മനസ്സിലാക്കിയാണ് നമ്മുടെ SIR ശരിയാക്കാനായിട്ട് വലിയൊരാശാനെ അങ്ങോട്ട് വിട്ടത്. അപ്പോൾ SIR റെഡിയാക്കി വന്നപ്പോൾ അതിനകത്തുനിന്ന് 60.06 ലക്ഷം ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. അതെല്ലാം മുസ്ലിങ്ങളാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുശേഷം 63.66 പുറത്തായത്. 60.06 ആളുകൾ സംശയ പട്ടികയിലാണ്. ഇത് ഏത് സമുദായമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം അത് അമിത്ഷായുടെ വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അമിത്ഷാ പറഞ്ഞത് എന്തെന്നറിയോ? ബംഗാളിലുള്ള ഹിന്ദുക്കളായ അഭയാർത്ഥികൾക്ക് പൗരത്വം നഷ്ടപ്പെടത്തില്ല എന്നാണ്. എന്ന് വന്നാൽ കുഴപ്പമില്ല, ഹിന്ദുക്കളായ അഭയാർത്ഥികൾക്ക് പൗരത്വം നഷ്ടപ്പെടത്തില്ല, ഇല്ലാത്തവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ബാക്കി മുസ്ലിങ്ങളൊക്കെ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നുള്ള, ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറിയേക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട്. ഭരണഘടനയൊക്കെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയേക്കുന്നവരാണ്. ഭരണഘടന എന്തുവാ നാളെ അവർക്ക് വലിയ താല്പര്യമുള്ള ഒരു കാര്യമുള്ളതല്ല. അതാണ് കാര്യം. ഇവരാണ് ഇതും കൊണ്ട് വന്ദേ ഭാരത് മാതരവും കൊണ്ട് നടക്കുന്നവരാളുകളാണ് ഇവർ. അപ്പം BJPയുടെ ഒരു യാത്ര, പരിവർത്തൻ യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര അവിടെ വന്നു. അവിടെ ഈ മധുരാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അമിത്ഷായുടെ യോഗം ഉണ്ടായിരുന്നു, സമ്മേളനം. അമിത്ഷാ അതിനകത്തോട്ടങ്ങ് പ്രസംഗിച്ചു. എന്താണെന്നറിയാം അതിനകത്ത് പറഞ്ഞേക്കുന്നത്? വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകളെയെല്ലാം BJP നാട് കടത്തുമെന്നാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ ഈ SIRൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ CAA കൊണ്ടുവരാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതായത് പൗരത്വ നിർണയത്തിന് ഒരുപാട് കടമ്പകളുണ്ട്. അത് സുപ്രീം കോടതി അതിനകത്ത് കയ്യിലാണ് ആ കേസുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഊരിപ്പോകാനായിട്ട് ഒരു എളുപ്പമാർഗം കുറുക്കുവഴി കണ്ടുപിടിച്ചതാണ് ഈ പറയുന്നത് പോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ അഴിച്ചുവിട്ട് റെഡിയാക്കി SIR എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ഈ പൗരത്വം ഉള്ള അതായത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ പുറത്താക്കുക. ഇതാണ് ഉദ്ദേശം. അങ്ങനെ വന്നപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് എന്താ? പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി, അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ആളുകളെല്ലാം നാട് കടത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്തുവാ? അവർ ഇന്ത്യൻ പൗരന്മാരല്ല, അവരെ നാട് കടത്തുമെന്നാണ്. ഇയാളെ എങ്ങോട്ടായി കടത്തുന്നേ നാട്? അതൊന്ന് പറയട്ടെ, എവിടോട്ട് കടത്തുമെന്ന്. ആ ഉദ്ദേശം കണ്ടുകൊണ്ട് എന്തുമാത്രം വൃത്തികേടാണ് മനസ്സിരിക്കുന്നതെന്നറിയാം. ഇനി എന്തുവാ അതിനകത്ത്? നുഴഞ്ഞുകയറ്റക്കാരുടെ പേരുകൾ മാത്രമേ SIR അതിൽ നിന്ന് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ തീരുമാനിക്കുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷനാ? അവരാണോ തീരുമാനിക്കുന്നത്? അവർക്കത് നിർണ്ണയിക്കാനുള്ള അവകാശമില്ല എന്ന്, അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതുമാണ്. ഇനി BJP അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞുകയറ്റക്കാരെ അതായത് മൊത്തം, അതായത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകളെ മൊത്തം നാട് കടത്തുമെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. തീരുമാനിച്ചു. എങ്ങോട്ടും നാട് കടത്തുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം കടത്തണമല്ലോ. അതത്ര ഏത് രാജ്യത്തോട്ട് കടത്തും? എളുപ്പമുള്ള കാര്യമാണോ? ബംഗ്ലാദേശിലോട്ട് കടത്തും, അതോ പാകിസ്ഥാനിലോട്ട് കടത്തും, അതോ നേപ്പാളിലോട്ടോ ഭൂട്ടാനിലോട്ടോ ഒക്കെ കടത്തും? അത് ഇന്നത്തെ കാലത്ത് പോസിബിളായിട്ടുള്ള കാര്യമല്ല ഈ പറയുന്നത്. ഇനി
അത് വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഈ എന്നിട്ട് ഈ മമതാ ബാനർജി നുഴഞ്ഞുകയറ്റക്കാരെ തടഞ്ഞില്ലെന്ന്. പിന്നെ മമതാ ബാനർജി ആളുകളെ ബംഗ്ലാദേശിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമല്ലേ, ഇങ്ങോട്ട് കയറിക്കോ ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞു. എന്തോ ഈ പറയുന്ന ഇതൊക്കെ? ഏതെങ്കിലും വിധത്തിൽ ഇലക്ഷനിൽ മമതാ ബാനർജിയെയും അവരുടെ പാർട്ടിയെയും തോൽപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം പരാജയപ്പെട്ടു. കാരണം അവരുടെ ഈ പൊളിറ്റിക്കൽ ആ ഇവാലുവേറ്റിംഗ് ഏജൻസി ഉണ്ടായിരുന്നു അവരുടെ, മമതാ ബാനർജിയുടെ. അത് അവിടെ കയറി ED അയച്ച് അവിടുന്ന് റെക്കോർഡൊക്കെ എടുത്ത് ഇവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും ഇവരുടെ പരിപാടികൾ എന്താണെന്നും എത്ര പേരൊക്കെ ഇത് പാർട്ടിയിലുള്ള ഇതെല്ലാം നോക്കി എടുക്കാനായിട്ടുള്ള ഒരു പരിപാടി റെക്കോർഡൊക്കെ എടുക്കാൻ പോയപ്പം മമതാ ബാനർജി നേരിട്ട് ചെന്ന് അതെല്ലാം പിടിച്ചു പറിച്ചുകൊണ്ടങ്ങ് പോയി. അതാണ് സംഭവം. കാരണം ഇത് അവിടെ EDയുടെ അന്വേഷണമാണ് പോകുന്നത്. നോക്കിക്കോണം, ആ പൊളിറ്റിക്കൽ ആ ഏജൻസിയിൽ EDയുടെ അന്വേഷണം എന്തുവാ നടത്തിയേക്കുന്നത്, അയച്ചേക്കുന്ന എന്തിനാ? ഇതെല്ലാം നുള്ളിപ്പറക്കി കൊണ്ടുവരാൻ റെക്കോർഡ്. ഇവർക്കറിയണം, BJPക്ക് അറിയണം ഇവരുടെ സ്ട്രാറ്റജി, ഇലക്ഷൻ സ്ട്രാറ്റജി എന്താണ് മമതാ ബാനർജിയുടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അതങ്ങ് പാളിപ്പോയി. അത് പാളിക്കഴിഞ്ഞപ്പോഴാണ് ഇനി SIRൽ പിടിച്ചുള്ള കളി. കാരണം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. അത് പണ്ട് ബ്രിട്ടീഷുകാർ പയറ്റിയ തന്ത്രം തന്നെയാണ്. അത് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് നമ്മുടെ രാജ്യക്കാരല്ല, വേറെ അന്യരാജ്യക്കാരാണല്ലോ. അവരിവിടെ നമ്മളെ കീഴടക്കി ഭരിച്ചുകൊണ്ടിരുന്നവരാണ്. അവരെ ഇന്ന് സ്വാതന്ത്ര്യം നമ്മൾ വാങ്ങിച്ചു. അത് ഇവരാരുമല്ല വാങ്ങിച്ചിട്ടുള്ളത്, വേറെ നൊന്ത ആളുകൾ വേറെയാണ്. ഇവർ നോക്കി നിന്നത് പോലുമില്ല, അത് നോക്കിപ്പോലും നിന്നില്ല. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞു ബ്രിട്ടന്. എന്നിട്ടാണ് ഈ ന്യായമൊക്കെ പറയുന്നത്. എന്നിട്ട് അപ്പോൾ അവർ പയറ്റിയ അതേ തന്ത്രം, അതായത് ഹിന്ദു മുസ്ലിം ആ വിഭാഗീയത ഉണ്ടാക്കിയെടുത്ത് തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാൻ വരുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ ഈ കയറി വന്നേക്കുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകൾ ഇന്ന് അതെല്ലാം മുസ്ലിങ്ങളാണ്. 63.66 ലക്ഷം ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് അവർ വെളിയിലാക്കി. ഇപ്പോൾ സുപ്രീം കോടതി ഏതായാലും ഒരു ജുഡീഷ്യൽ എക്സർസൈസ് അവിടെ നടത്തുകയാണ്. അതായത് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ കൊണ്ട് ഇത് വെരിഫൈ ചെയ്യുകയാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് വരും ദിനങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് അത് മാറി വരുമ്പോൾ എന്ത് പറയും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി അപ്പോൾ ഇവരെ എന്നിട്ട് ഇയാൾ പറഞ്ഞേക്കുന്ന മാൾഡ ജില്ലയിലാണ് നിതിൻ നവീൻ ഇതുപോലെ പ്രസംഗിച്ചത്. അയാൾ പറഞ്ഞേക്കുന്നത് ഇവരെ, അതായത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ എല്ലാം കണ്ടെത്തി അസം മോഡൽ നടപ്പാക്കുമെന്നാണ്. അവിടെ ആസാമിൽ ഒരുപാട് ആളുകളെ അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ബംഗാളിയാണ് നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും നല്ല ഒരു ബാറ്ററും ഏറ്റവും അവിടുത്തെ മെയിൻ വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള റിച്ച ഘോഷ് ബംഗാളിയാണ്. പക്ഷെ റിച്ച ഘോഷിൻ്റെ പേര് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇലക്ടർ പട്ടികയിൽ, വോട്ടർ പട്ടികയിലില്ല. SIRൽ റിച്ച ഘോഷിനെ ഒഴിവാക്കി. അത് മുസ്ലിമല്ല, എന്നാലും ഒഴിവാക്കി. ഏതാണ്ട് ഒരു 98% ആളുകൾ മുസ്ലിങ്ങളാണ് ഈ ഒഴിവാക്കപ്പെട്ടവർ. ആ കൂട്ടത്തിൽ റിച്ച ഘോഷും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരംഗം, വളരെ വളരെ വലിയൊരു ബാറ്റർ ആണ്. കാരണം സിക്സറും ബൗണ്ടറിയും മാത്രം അടിക്കുന്നതാണ് റിച്ച ഘോഷ്. അത് ഞാൻ ഇറക്കി വിടും, വന്നാൽ അത് അടി തുടങ്ങിയാൽ അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും നല്ല വിക്കറ്റ് കീപ്പറും അവരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വെക്കുകയാണ്. ഇതാണ് വോട്ടർ പട്ടിക. നമ്മുടെ SIRൻ്റെ എക്സർസൈസ് മനസ്സിലായാലും എന്താണെന്ന്. ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അംഗത്തിന് പോലും വോട്ടർ പട്ടികയിൽ ഇടമില്ല എന്ന് വന്നാൽ ഇതെന്ത് മാത്രം ശരിയായ ഒരു എക്സർസൈസ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സാധുത. അപ്പോൾ ഇപ്പോൾ ഇത് ആളി കത്തിക്കാൻ കാരണം വേറെ ഒന്നും അവിടെ ക്ലച്ച് പിടിക്കുന്നില്ല. മമതയുടെ അടുത്ത് വേറെ ഈ കാര്യം കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അടി വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിന് പകരമാണ് ഈ പണികൾ ഇറക്കുന്നത്. ഇതേപോലുള്ള പണികളാണ് ഇനി വർഗീയത മാത്രമേ അവിടെ വില പോകത്തുള്ളൂ എന്ന് ഇവർക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് വർഗീയത ആളി കത്തിക്കുക, ആ രീതിയിൽ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുക്കുക. മമതാ ബാനർജി ഒരു വലിയ വിമത ശബ്ദം, മമതാ ബാനർജിയെ ഒഴിവാക്കുക, ഏതെങ്കിലും വിധത്തിൽ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തി അത് ഒഴിവാക്കുക. കേജ്രിവാളിനെ പണിഞ്ഞത് കണ്ടില്ലേ? മുഴുവൻ കള്ളത്തരത്തിൽ കൂടെ കേജ്രിവാളിനെ പുറത്താക്കിയത് നമ്മൾ കണ്ടല്ലേ? എന്നിട്ട് അവിടെ അധികാരം പിടിച്ചു.
അതേപോലാണ് ഇനി മമതാ ബാനർജിയെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ഒരു നടപടികൾ ഇവർ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തുകയാണ്. ബംഗാളിൽ നിന്ന് വന്നിട്ട് ഇനി തമിഴ്നാട്ടിലോട്ട് പോകും. തമിഴ്നാടും ഒക്കെ കഴിഞ്ഞ് നേരെ കേരളത്തോട്ട് വരും. ഏതായാലും മാർച്ച് ഒരു 10-ാം തീയതിക്ക് മുമ്പൊന്നും ഇത് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമില്ല. അതും കഴിഞ്ഞ് തിരിച്ച് ആസ്ഥാനത്ത് എന്നിട്ട് അവർ കൂടിയാലോചന നടത്തിയിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കും. ആഭ്യന്തര വകുപ്പുമായിട്ടും ആലോചിക്കും, എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഇതിനിരിക്കുകയാണ്. അത് എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇവർ എത്രയും പെട്ടെന്ന് ഇതങ്ങ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ തോന്നിവാസങ്ങൾ നടക്കത്തില്ല.